നമസ്കാരം. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 38 ജീവനക്കാരെ റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സർവേയും ഭൂരേഖയും വകുപ്പിലെ 4 ജീവനക്കാർ ഉൾപ്പെടെയാണ് സസ്പെൻഷൻ. ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനും നിർദ്ദേശിച്ചു. സർവേയും ഭൂരേഖയും വകുപ്പിലെ ഓഫീസ് അസിസ്റ്റന്റ്, സർവേയർ, ഡ്രാഫ്റ്റ്സ്മാൻ തസ്തികകളിലുള്ളവരാണ് സസ്പെൻഷനിലായത്. റവന്യൂ വകുപ്പിൽ UD ടൈപ്പിസ്റ്റ്, സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റ്, ക്ലർക്ക്, വില്ലേജ് അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡ്, പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലുള്ളവരാണ് ക്ഷേമ പെൻഷൻ വാങ്ങിയത്. 4400 രൂപ മുതൽ 53,400 രൂപ വരെ കൈപ്പറ്റിയവർ ഇക്കൂട്ടത്തിലുണ്ട്. വിവിധ വകുപ്പുകളിലെ 1458 ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. ഇവർക്കെതിരെ വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. ആരോഗ്യ വകുപ്പിലെ 373 പേർക്കെതിരെയും മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പിലെ 6 പേർക്കെതിരെയും നടപടിയെടുത്തിരുന്നു. ക്ഷേമ പെൻഷനിൽ നിന്നും പണം തട്ടിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. തട്ടിച്ച തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ്. ജീവനക്കാർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയെടുക്കാനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു. ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നായി 1400 പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് പുറത്തുവന്നത്. ഇവയിൽ ഓരോ വകുപ്പിൽ നിന്നുമുള്ള പട്ടിക പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടിക എന്തുകൊണ്ട് പൂഴ്ത്തിവെക്കുന്നു? തട്ടിപ്പ് നടത്തിയവരെ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ആരോഗ്യ വകുപ്പിലെ 373 പേരുടെ പട്ടികയാണ് പുറത്തു വന്നത്. ഇവരിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ള തുക 18% പലിശയടക്കം തിരിച്ചുപിടിക്കണമെന്നുള്ളതാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത്. പലിശയടക്കം പണം തിരിച്ചുപിടിക്കുന്നതിനപ്പുറം ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പിൽ നിന്നാണ്. മറ്റു വകുപ്പുകളുടെ പട്ടികയും പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയ്യേറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.